everyone, welcome back to our channel. അപ്പോൾ ഓണമൊക്കെ ഏതുവരെ ആയി? നിങ്ങളുടെ ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞോ? 2 ദിവസം കഴിഞ്ഞ ഓണമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സെറ്റ് മുണ്ടും എങ്ങനെ ഡ്രേപ്പ് ചെയ്യാന്നുള്ളതാണ്. ഇത് ഓണത്തിന് വേണ്ടി മാത്രമല്ല, ഇൻ ജനറലായിട്ട് നിങ്ങൾക്ക് സെറ്റ് മുണ്ടും എങ്ങനെ ഡ്രേപ്പ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അതെങ്ങനെ നമുക്ക് പ്ലീറ്റ്സ് എടുക്കാം, മുണ്ട് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതെങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഡ്രേപ്പ് ചെയ്തെടുക്കാം. ഒരു പ്രൊഫഷണൽ സാരി ഡ്രേപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. വീഡിയോക്ക് പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി. പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ parvati_makeup എന്ന് പറഞ്ഞപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ സെറ്റ് മുണ്ടിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 പീസായിട്ടാണ് നമുക്ക് വരുന്നത്. ഡബിൾ മുണ്ടുള്ള സെറ്റ് മുണ്ട് നമുക്ക് കിട്ടും, സിംഗിൾ മുണ്ടുള്ള സെറ്റ് മുണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഡബിൾ മുണ്ടുള്ള സെറ്റ് മുണ്ടാണ്. കാര്യം അത് ഇച്ചിരി ലെങ്ത് കൂടുതലാണ്. 1 ഉള്ളവർക്കാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് സെറ്റാവും. മെലിഞ്ഞവർക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു സിംഗിൾ സെറ്റ് മുണ്ടായിരിക്കും കുറച്ചും കൂടെ പെർഫെക്റ്റ്. നല്ല മെലിഞ്ഞിട്ട് ഉള്ളവർക്കില്ലേ, എക്സ്ട്രാ സ്മോൾ സൈസൊക്കെ ഉള്ളവർക്ക് സിംഗിൾ മുണ്ടായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അല്ലാത്തവർക്ക് ഡബിൾ മുണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുക്കാം. എക്സ്ട്രാ സ്മോളൊക്കെ ആണെങ്കിൽ കുറച്ച് നീളം കൂടുതലായിരിക്കും അവർക്ക്. അവർ കുറച്ചും കൂടെ ചെറിയ മുണ്ട്, അതായത് സിംഗിൾ സെറ്റ് മുണ്ട് വാങ്ങിച്ച് അത് ട്രൈ നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഡബിൾ സൈസുള്ള മുണ്ടിൻ്റെ ഡ്രേപ്പിംഗ് എങ്ങനെയാണെന്നുള്ളതാണ്. സോ ഇതാണ് നമ്മുടെ സെറ്റ് മുണ്ടും. ഇത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും, ഇത് ഇച്ചിരി വലുതാ, ഇത് ഇത്തിരി ചെറുതായിട്ട് വരുന്നതാണ് നമ്മളിങ്ങനെ ഇവിടെ ഒടുക്കുന്ന പല്ലുമൊക്കെ വരുന്ന രീതിയിൽ ഒടുക്കുന്ന സാധനം. ഇതാണ് നമ്മുടെ മുണ്ട്, നമ്മൾ താഴെ ഒടുക്കില്ലേ, അത് ഇതാണ്. ഇത് രണ്ടും നമ്മൾ പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ എടുത്ത് കൊടുക്കുന്നതും എളുപ്പമാണ്, പക്ഷെ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് പ്ലീറ്റ് ചെയ്താൽ കുറച്ചും കൂടെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ഫ്രണ്ടിലുള്ള പ്ലീറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം, അതായത് പല്ലു പോർഷൻ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ സാരിയിലായാലും സെറ്റ് മുണ്ടിലായാലും ഏതിലാണെങ്കിലും നമുക്ക് പ്ലീറ്റ് എടുക്കാൻ ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ ഇത് ഓൾറെഡി യൂസ് ചെയ്തിട്ട് മടക്കി വെച്ചതാണ്, അതാണ് ഈ മടക്കും കാര്യങ്ങളൊക്കെ. ഒന്ന് തേച്ചെടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇത് ഏത് സൈഡാണെങ്കിലും നമുക്ക് പ്ലീറ്റ് എടുക്കാം. കാര്യം രണ്ടും ഒരുപോലത്തെ സൈഡാണ്. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡ് എടുത്തു കഴിഞ്ഞാലും ഇപ്പുറത്തെ സൈഡ് എടുത്തു കഴിഞ്ഞാലും ഒരുപോലെയാണ്. അതുകൊണ്ട് ഏത് സൈഡിലെങ്കിലും പ്ലീറ്റ് എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. ആദ്യം ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് വെച്ച് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഇതാണ് മേലത്തെ, അതായത് താഴെ വരുന്ന പോർഷനാണ് മേലെ ഫസ്റ്റ് പ്ലീറ്റായിട്ട് ഇങ്ങനെ വരുന്നത്. ഫസ്റ്റത്തെ പ്ലീറ്റായിട്ട് വരുന്നത് ഈ ഒരു പോർഷനാണ്, ഉള്ളിൽ പോകുന്നത് ഈ ഒരു പോർഷനാണ്. ഓക്കെ, അങ്ങനെ വേണം വെച്ച് നോക്കാനായിട്ട്. എന്നിട്ട് ഈ താഴെ വരുന്ന പോർഷൻ ഇങ്ങനെ എടുക്കാം. സോ ഫസ്റ്റത്തെ പ്ലീറ്റ് എപ്പോഴും കുറച്ച് വലുതായിരിക്കണം. അപ്പം നിങ്ങളുടെ ബോഡി സൈസ് അനുസരിച്ച് ഈ പ്ലീറ്റിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നല്ല മെലിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ഇത്രയും സൈസിലൊക്കെ എടുത്താൽ മതിയാവും. ഒരു 4 ഇഞ്ച് സൈസിലൊക്കെ ഒരു വിരലും പിന്നെ ഇച്ചിരിയും കൂടെ നീളത്തിലൊക്കെ എടുത്താൽ മതിയാവും. കുറച്ചും കൂടെ വലിയ രീതിയിൽ വേണമെങ്കിലും കുറച്ചുകൂടെ വലിയ രീതിയിൽ ഇച്ചിരി കൂടെ നീളത്തിന് ഈ ഒരു അളവിനൊക്കെ മീൻസ് ഇത്രയും, അതായത് ഇത് തൊട്ട് ഈ ഒരു അളവിനൊക്കെ എടുക്കാം. ബോഡി സൈസ് കൂടുമ്പോൾ പല്ലുവിൻ്റെ സൈസും അതുപോലെ കൂട്ടാം. ഫസ്റ്റ് പ്ലീറ്റ് എപ്പോഴും വലുതായിരിക്കണം. പിന്നെ ഉള്ളിലോട്ടുള്ള പ്ലീറ്റ്സ് എല്ലാം ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡ്രേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ എന്താ ചെയ്യുക, എല്ലാ പ്ലീറ്റ്സും ഒരേ ഇങ്ങനെ എടുത്തിട്ട് എല്ലാ പ്ലീറ്റും ഒരു അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ ഒരേ സൈസിൽ എടുക്കാനായിട്ട് നോക്കും. അങ്ങനെ എടുക്കരുത്. ഉള്ളിലോട്ടുള്ള പ്ലീറ്റ്സ് ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുക്കുക. ഫസ്റ്റ് പ്ലീറ്റ് മാത്രം കുറച്ച് വലുതെടുക്കുക. ഞങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത്ര പോർഷനിലാണ് എടുക്കുന്നത്. ഇത്ര പോർഷനിലെടുത്തിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലീറ്റ് ചെയ്യാനായിട്ട് പോവാം. ഓക്കെ, എന്നിട്ട് ഉള്ളിലോട്ടുള്ളത് എടുക്കുമ്പോൾ കണ്ട ഇവിടെ ഇത്രയും ഉണ്ടാവണം പുറത്ത്. ഇതിൻ്റെ ഉള്ളിലോട്ടുള്ളതെല്ലാം ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്ലീറ്റ്സ് വേണമെങ്കിലും ഉള്ളിലെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഉള്ളിലോട്ട് പോകണമെന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് എടുക്കാം. കണ്ട, ഇങ്ങനെ ചെറുതായിട്ട് എടുക്കാം. അത് അതിൻ്റെ ഉള്ളിൽ പോവല്ലേ, പിന്നെ പുറത്ത് കാണത്തില്ല. അതുകൊണ്ടാണ് നമുക്കിപ്പം 9 പ്ലീറ്റ്സ് 7 പ്ലീറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രേപ്പിസ്റ്റുകൾ ചെയ്യണ കണ്ടിട്ടില്ലേ. ഇതാണ് അതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ എടുക്കുക. ഓക്കെ,
ഇപ്പോൾ ഇത് ഇച്ചിരി കൂടുതൽ വന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, സോ ഇത് ഇച്ചിരി പ്രാക്ടീസ് വേണം ഇങ്ങനെ കയ്യിൽ പിടിച്ച് പ്ലീറ്റ് എടുക്കാനായിട്ട്. ആദ്യമൊക്കെ പറ്റണമെന്നില്ല. അമ്മയുടെ സഹായത്തോടെയോ ആരെങ്കിലും കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സഹായത്തോടു കൂടി വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇതേ സെറ്റായി, ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മളെ പ്ലീറ്റ് സെറ്റായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരു പിൻ വെച്ചിട്ട് ഇവിടെ അങ്ങ് സെക്യൂർ ചെയ്യാം. എന്നിട്ട് ഇതേ ഇവിടെ ഒന്ന് പിടിച്ചു കൊടുത്താൽ കറക്റ്റ് സെറ്റായിട്ട് ഇരുന്നോളും. എന്നിട്ട് നമ്മൾ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കും കേട്ടോ, കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇതാ നമ്മുടെ പ്ലീറ്റ്സ് സെറ്റായി. ജസ്റ്റ് അടിയിലോട്ട് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ, സിമ്പിളല്ലേ? ഇനി ചെയ്യുന്നതാണ് അടുത്ത മഹാമഹം. സോ ഇത് നമുക്ക് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് പ്ലീറ്റ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ പ്ലീറ്റ്സ് എടുക്കാനായിട്ട് നമ്മൾ ആദ്യം പ്ലീറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചില്ലേ, അത് ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ട് ഇത് ഇതുപോലത്തെ ഒരു വലിയ ക്ലിപ്പ് വേണം. ഇതിനെക്കാട്ടും വലുത് കിട്ടും. നിങ്ങളുടെ കയ്യിലുള്ളത് യൂസ് ചെയ്യാം. നമുക്ക് അത്രയും സെക്യൂർ ആയിട്ട് അതവിടെ വെക്കണം, സ്ട്രോങ് ആയിട്ട് ഇത് ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ജസ്റ്റ് ഇതേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഓരോ പ്ലീറ്റ്സും നമ്മുടെ ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഒരുപാട് എഫേർട്ടൊന്നും ഇടണ്ട. അത് കൈ വെച്ച് ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് വലിക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ പ്ലീറ്റ്സും കിട്ടും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്യുക. ഓക്കെ, ഇതുപോലെ ആണ് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് താഴെ ചെയ്ത് തരുന്നത്. എത്ര നീളത്തിന് വേണോ അത്രയും നീളത്തിന് നമ്മൾ ചെയ്തെടുക്കണം. ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി എന്നൊക്കെ ഇരിക്കും. അപ്പം ജസ്റ്റ് പിന്നെ വെച്ചത് ഒന്നും കൂടെ ഇളക്കി ഒന്നും കൂടെ അറേഞ്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എത്ര നീളത്തിനാണോ വേണ്ടതെന്നുള്ളത് നമ്മുടെ ഷോൾഡറിൽ വെച്ച് നോക്കി അറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ എത്ര നീളത്തിന് വേണമെന്നുള്ളത് നോക്കാനായിട്ട്. അതിനുശേഷം ഒരു അയൺ ബോക്സ് എടുത്തിട്ട് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ കിട്ടും. ഞാനിപ്പോൾ ഒരു സൈഡിൽ മാത്രമേ ചെയ്യണുള്ളൂ. നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും മറിച്ചിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഇതുപോലെ ഒരു സ്റ്റീം അയൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അയൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഫ്രണ്ട് പ്ലീറ്റ് അറേഞ്ച് ചെയ്യാനായിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം എത്ര നീളത്തിലാണോ വേണ്ടത് നിങ്ങൾക്കൊന്നൊരു ടേപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്തിട്ട് അളന്ന് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഊഹത്തിന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എല്ലാം ഈക്വൽ ഡിസ്റ്റൻസിൽ വേണം ഇരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മുണ്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. മുണ്ട് സെറ്റ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡബിൾ മുണ്ടാണ്. അപ്പം രണ്ടായിട്ട് മടക്കി തന്നെ സെറ്റ് ചെയ്യും. ഇതിപ്പോൾ രണ്ടായിട്ട് ഞാൻ മടക്കിയതാണ് കണ്ട. ഇതിപ്പോൾ ഒറ്റ മുണ്ടല്ല, ഡബിൾ മുണ്ടായതുകൊണ്ട് രണ്ടായിട്ട് മടക്കി ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞാൻ ഉടുക്കാറ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇവിടുത്തെ പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യും. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഉള്ളിലത്തെ പോർഷൻ എത്ര വേണമെന്നുള്ളത് ഡ്രേപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ സാധനം വരുന്നത്, കണ്ടോ? ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അത് ഫ്രണ്ടിൽ വരുമ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടൊരു ലൈൻ പോലെ വരണം. അതിന് വേണ്ടിയിട്ട് ആദ്യം പല രീതിയിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവേ. ഇത് ഞാൻ ചെയ്യുന്ന ഒരു കോമൺ മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇനിയും പല രീതികളുണ്ട്, അത് ഞാൻ വേറെ വീഡിയോസിൽ കാണിച്ചു തരാം. ആദ്യം ജസ്റ്റ് ഇവിടെ ഒന്ന് മടക്കി കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇത് ഇങ്ങനെ മടക്കുക. കണ്ടോ, ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളത്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് പോലെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ഒരു സൈസാണ്, ഇവിടെയും ഒരു സൈസാണ്. അതായത് ഈ ഒരു പ്രിൻറ്റിൻ്റെ, അതായത് ഈ ഒരു ഡിസൈനിൻ്റെ ഈ പോർഷനിലും ഇങ്ങോട്ടും പെർഫെക്റ്റ് ആയിട്ട് ഒരേ സൈസിൽ നമുക്ക് കിട്ടണം. ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ പോകുന്ന ബ്ലോക്കാണ്. ഓക്കെ, ഫ്രണ്ടിൽ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ കറക്റ്റായിരിക്കും, നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ ഇരിക്കുന്ന കാണാനായിട്ട്. ഇത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് അയൺ ചെയ്തിട്ട് സെക്യൂർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ട് ഇരുന്നോളും. പിന്നെ നമുക്ക് ഡ്രേപ്പ് ചെയ്താൽ മതി, വേറെ പണിയൊന്നുമില്ല. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ജസ്റ്റ് ഉള്ളിലോട്ട് മടക്കുക, പിന്നെ ഇത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ സെറ്റ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ എങ്ങനെയാണ് അയൺ ചെയ്യുന്നത്, എവിടെയൊക്കെ പിന്നെ സെക്യൂർ ചെയ്യണം എന്നുള്ളതും കൂടെ കാണിച്ചു തരാം.
മുണ്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. ആദ്യം പ്രോപ്പറായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുക. താഴെ മേലെയൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ ഒരു കറക്റ്റ് നമുക്ക് അയൺ ചെയ്തെടുക്കാൻ പാടായിരിക്കും. അത് താഴെ മേലെ എന്ന് പറഞ്ഞാൽ താഴത്തെ പോർഷനിലും കറക്റ്റ് അളവിന് വരണം. കാരണം നമ്മൾ ഡബിൾ മുണ്ട് മടക്കി വെച്ചിരിക്കണല്ലേ, ഒരു പോർഷൻ മേലോട്ട് കയറിപ്പോയാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാനായിട്ട്. കറക്റ്റ് വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുത്ത് ഒരു പിന്ന് വെച്ചും കൂടെ സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങ് സെറ്റിലായിരുന്നോളും. ഇതുപോലെ തന്നെ നമ്മൾ താഴോട്ടും അറേഞ്ച് ചെയ്ത് വെച്ച് ജസ്റ്റ് അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യുക. മേലെ നമ്മൾ എവിടെയൊക്കെയാണോ പിൻ വെച്ചിട്ട് സെക്യൂർ അതുപോലെ തന്നെ താഴെയും പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പിൻ വെക്കേണ്ടത് വേണമെങ്കിൽ നടുക്കത്തെ പോർഷനിലും കൂടെ വേണമെങ്കിൽ ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം, കറക്റ്റായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഡ്രേപ്പ് ചെയ്തതിന് ശേഷം ഈ പിൻസൊക്കെ ഊരിക്കളഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, എപ്പോഴും ഒരു സ്റ്റീം അയൺ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഇതിപ്പോൾ പ്രശ്നമില്ല, നമ്മൾ അല്ലാത്ത പട്ടുസാരിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റീം അയൺസ് ആണ് കുറച്ചും കൂടെ നല്ലത്. അല്ലാത്ത അയൺ ബോക്സിൽ ചൂട് കൂടിപ്പോയാലും അത് പ്രശ്നമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ സാരി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നെറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അതൊക്കെ വാങ്ങിച്ചിട്ട് വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ നടുക്കും കൂടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സാരി എല്ലാം പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡ്രേപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ ബ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്. ഷേപ്പ് വെയർ ആണ് ഇട്ടിരിക്കുന്നത്. കോട്ടൻ്റെ ഷേപ്പ് വെയർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇന്ന്. ഓക്കെ, രണ്ട് രീതിയിലുള്ള പാവാട ഇപ്പം നമുക്ക് കിട്ടും. ഷേപ്പ് വെയർ എന്ന് പറഞ്ഞിട്ട് കോട്ടൻ്റെയും കിട്ടും, അതുപോലെ തന്നെ നമുക്ക് മറ്റേ ബനിയൻ ടൈപ്പും കിട്ടും. ബനിയൻ ടൈപ്പ് വാങ്ങിക്കാതിരിക്കണമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് കോട്ടൺ ടൈപ്പാണ്. അത് ഫിഷ് കട്ട് മോഡലിൽ, അതായത് ഷേപ്പ് വെയർ പോലെ തന്നെ നമുക്ക് കോട്ടൻ്റെ കിട്ടും. കെട്ടുള്ളത് തന്നെ വാങ്ങിക്കണം. എലാസ്റ്റിക് പ്ലസ് കെട്ട് വരുന്നത് കിട്ടും, അല്ലെങ്കിൽ കെട്ടുള്ള മോഡലിൽ തന്നെ ഈ കോട്ടൺ വരുന്നത് കിട്ടും. അത് വാങ്ങിക്കാനായിട്ട് നോക്കാം. അപ്പോൾ നന്നായിട്ട് ഷേപ്പായിട്ട് തന്നെ നമുക്ക് ഡ്രേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആദ്യം മുണ്ട് ഏത് സൈഡിലോട്ടാണ് പോകുന്നത് നോക്കാം. നമ്മൾ നോർമലി സാരി ഉടുക്കുന്ന പോലെ തന്നെ ഈ ഒരു ഭാഗം, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഇവിടെ വരണം. അതിനുശേഷം ബാക്കി ഇങ്ങോട്ടൊക്കെ വന്നിട്ടാണ് നമ്മൾ ഡ്രേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കുക, ഇത് കറക്റ്റ് ഇവിടെ വരുന്നുണ്ടോ എന്നുള്ളത്. കാര്യം എക്സ്ട്രാസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ പൊന്തി നിൽക്കും. അപ്പോൾ ഒരു വൃത്തിയുടെയാക്കി വണ്ണം ഉണ്ടെങ്കിൽ വീണ്ടും ഒരു പൊന്തലുണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡ്രേപ്പ് ആവാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഇങ്ങനെ സൈസ് വെച്ച് നോക്കുക. എന്നിട്ട് ഇതിങ്ങനെ പിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കറക്റ്റ് ലെവലിൽ താഴേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സ്റ്റാർട്ടിങ് ഇവിടെ ആയിട്ടാണ് വരണത്, കണ്ട ഇവിടെ ആയിട്ടാണ് വരണത്. അപ്പോൾ ഇവിടെ നിന്നേ ചെരുകി ഉള്ളിലേക്ക് വെച്ച് ഫ്രണ്ടിലുള്ളതും അകത്തേക്ക് വെച്ച് കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറ്റുമെങ്കിൽ ഒരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഒരു സാരി കൊടുത്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ വലിയ വിഷയം വരില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. സോ ബെറ്റർ അകത്ത് ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുണ്ട് ഇങ്ങനെ വെച്ച് നമ്മൾ സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി മുണ്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്താണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വേറെ എക്സ്ട്രാസ് ഒന്നും വരാത്ത രീതിയിൽ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടെ വെച്ചിട്ടായിട്ട് നമ്മളൊരു പിൻ ചെയ്ത് കൊടുക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മറന്നു പോകരുത്. നമ്മൾ സാരീസിൽ പിൻ ചെയ്യണ പോലെ തന്നെ ഇവിടെ വെച്ചിട്ടും ഒരു പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മുണ്ട് സെറ്റ് ചെയ്യണത്. ഇനി നമുക്ക് മേലത്തെ പ്ലീറ്റ് എങ്ങനെ വെക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മുണ്ട് സെറ്റാക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പല്ലു ഏരിയ, ഫ്രണ്ടിലത്തെ പ്ലീറ്റ് എങ്ങനെ സെറ്റാക്കാൻ നോക്കുകയാണ്. ആദ്യം ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ ഓൾറെഡി നമ്മളെല്ലാം സെറ്റാക്കി വെച്ചുകൊണ്ട് ഈസിയാണ് വെക്കാനായിട്ട്. വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഒരു പോർഷൻ വരില്ലേ, അത് കറക്റ്റ് വരണം. ഉള്ളിൽ കുറച്ച് വന്നിട്ട് സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി വരണം. എക്സ്ട്രാ ഒന്നും എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മടക്കിയൊക്കെ ഇങ്ങനെ ചെരുകിയൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ നോക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന സെറ്റും മുണ്ടാണ്. ഇവിടെ ഒന്ന് വേണമെങ്കിൽ സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ നീളം വന്നിട്ട് മുട്ടിൻ്റെ ജസ്റ്റ് താഴെ വരെ വേണം വരാനായിട്ട്. താഴോട്ടും പോകാൻ പാടില്ല, മേലോട്ടും കയറി പോകാൻ പാടില്ല, എങ്കിലൊരു അഭംഗിയായിരിക്കും. മുട്ടിൻ്റെ ജസ്റ്റ് താഴെ, അതാണ് നമ്മുടെ അളവെന്ന് പറയണം. ഹീൽസ് ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ച് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കാനായിട്ട്. അപ്പം ആദ്യം ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ പ്ലീറ്റ്സൊക്കെ ഒന്ന് പിടിച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, എങ്ങനെയാണോ നമുക്ക് പ്ലീറ്റ് വേണ്ടത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന പരിപാടിയൊക്കെ പണ്ടത്തെ സ്റ്റൈലാണ്. അങ്ങനെയൊന്നും ചെയ്യൽ, ഇങ്ങനെ കറക്റ്റ് രീതിയിൽ നല്ല ഷേപ്പാക്കി തന്നെ എടുക്കുക.
അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഇച്ചിരി നീളത്തിനിട്ടുണ്ട്, കാര്യം ഇവിടെ ഇച്ചിരി കവർ ചെയ്യണ രീതിയിൽ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ കയറിയിരിക്കും. സോ അങ്ങനെ വരാൻ വേണ്ടി കറക്റ്റ് രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. വലിഞ്ഞു വരാതിരിക്കാൻ ഇവിടെ വേണമെങ്കിൽ ഒരു പിൻ വെച്ച് സെക്യൂർ ചെയ്യാം. എന്നിട്ട് ദേ ഈ ഒരു ഏരിയ ഇങ്ങനെ പിടിച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം. ഇവിടെ ഇത് കറക്റ്റ് അറേഞ്ച് ചെയ്ത് ബാക്കിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെക്യൂർ ചെയ്യണം. ഇങ്ങനെ വേണം ഉള്ളിൽ വരാനായിട്ട്. കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചിലതാണെങ്കിൽ എക്സ്ട്രാ ഒക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് പ്ലീറ്റ് എടുത്ത് ഇവിടെ നിന്ന് ചെരിയേണ്ടി വരും. അത് കുറച്ചും കൂടെയൊക്കെ നീളം കൂടിയ സെറ്റ് മുണ്ടൊക്കെ വരുമ്പോഴാണ് അങ്ങനെ നമ്മൾ ചെയ്യണേ. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കറക്റ്റ് പെർഫെക്റ്റ് നമ്മൾ ഷേപ്പിൽ എടുത്തിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മൾ സെക്യൂർ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് എല്ലാം പിൻ ചെയ്തിട്ട് എവിടെയൊക്കെയാണ് പിൻ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. സോ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇവിടെയും കൂടെ വേണമെങ്കിൽ ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. ഞാൻ അവിടെ കൊടുത്തിട്ടില്ല. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്ലീറ്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇതിൽ നിന്നുള്ള സെക്കൻഡ് വൺ ഇങ്ങനെ ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ആയിട്ടൊരു പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഒരു പ്രശ്നം വരുന്നത് ഈ ഒരു സാധനം ഇങ്ങനെ ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അത് ഇങ്ങനെ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് വെച്ച് ഇവിടെ വെച്ചിട്ട് ഉള്ളിലോട്ട് ഇവിടെ വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. പിന്നെ പിൻ പോവേണ്ടത് ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരാണെങ്കിൽ ഇതിങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇതിൻ്റെ അടിയിൽ വെച്ച് ഇവിടെ ഒരു പിൻ വെച്ച് സെക്യൂർ ചെയ്യാം. അപ്പോൾ അത് മൂവ് ആവില്ല. ഓക്കെ, അതവിടെ അങ്ങ് സെറ്റായി. ഓക്കെ, പിന്നെ നമുക്ക് പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിങ്ങനെ ഫ്രണ്ടിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഇത് ബാക്കിലോട്ട് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് അങ്ങ് അറ്റത്തായിട്ട് വെച്ച് അകത്തൂടെ വെച്ചിട്ട് പിൻ ചെയ്യുക. ഇതിങ്ങനെ പൊന്തിച്ചിട്ട് അകത്തൂടെ വെച്ച് പിൻ ചെയ്താൽ മതി. അത് ആരുടെയും സഹായത്തോടെ പറ്റുള്ളൂ, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഇതാണ് നമ്മുടെ ഡ്രേപ്പിംഗ് എന്ന് പറയുന്നത്. എനിക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരണമെന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. ഞാൻ ഡ്രേപ്പ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഡ്രേപ്പ് ചെയ്തപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ തനിയാണ് ചെയ്തത്, എനിക്ക് ആരും ചെയ്തു തന്നതല്ല. സോ ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, സെറ്റ് മുണ്ട് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സെറ്റ് മുണ്ട് ഡ്രേപ്പിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇതിൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ പിൻ ചെയ്യണം, എങ്ങനെയാണ് ഡ്രേപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്ലീറ്റ്സ് എടുക്കേണ്ടത്, എങ്ങനെ നമുക്ക് ഫ്രണ്ട് സെറ്റ് ചെയ്യാം, എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി സ്വന്തമായിട്ട് ഡ്രേപ്പ് ചെയ്യാമല്ലോ, വേറെ വിഷയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഡ്രേപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഹെൽപ്ഫുള്ളാവട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം.